അറ്റത്തെത്തിയിട്ടുണ്ട് അല്ലേ. വേളാങ്കണ്ണിയിലെ ബീച്ചിൻ്റെ അടുത്തില്ലേ റെഡി ടു കുക്ക്, അവിടെ ഫിഷ് റെഡി ടു കുക്ക് കൊടുക്കുന്ന ഒരു കടയാണ് കണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ മീനുകൾ വെച്ചിട്ടുണ്ടാവും ഉണ്ടല്ലേ. ഇവിടെ റെഡി ടു കുക്കാണ്, നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ അവർ കുക്ക് ചെയ്ത് തരും കണ്ടല്ലേ. മീനുകൾ ഉണക്കാൻ വെച്ചിട്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ കേട്ടോ. ഇപ്പോൾ റെഡി ടു കുക്കാക്കി വെച്ചിട്ട് റെഡി ടു കുക്ക് അതെ, മീനൊക്കെ മസാല ചേർത്ത് വെക്കും. വേണമെങ്കിൽ നമുക്ക് ആ സ്പോട്ടിൽ പറയണ്ടെങ്കിൽ കുക്ക് ചെയ്ത് തരും അവർ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് തിരികെ ഹൃദയം ജീസസ് സ്റ്റാച്ചുവിൻ്റെ മുമ്പിലാണ് ഗൈസ്. കണ്ടില്ലേ, നമ്മളിതിലേ കൂടി ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. നമ്മൾ ബിബിനുണ്ട്, നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഗൈസ്. ഫ്രണ്ട്സ്, നമുക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വേളാങ്കണ്ണിയിലാണ്. നമ്മൾ വേളാങ്കണ്ണിയിൽ എല്ലാ സ്ഥലത്തും കറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വന്ന വഴികൾ എങ്ങനെയാണ് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. Hey everyone, welcome. This is Swiga's vlog. നമ്മൾ വേളാങ്കണ്ണി പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കണ്ടില്ലേ മുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തത്. അതിനു മുമ്പ് നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോകാം. ചായ കുടിച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ വേളാങ്കണ്ണിയിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ കുക്ക്, ഡ്രൈവർമാരും കുക്കൊക്കെ ഇവരാണ്. ഇവിടെ പത്തലാണ് ഇന്നത്തെ സ്പെഷ്യലി. നമ്മൾ ഇവരാണ് നമ്മളെ ഡ്രൈവർമാർ കണ്ടില്ലേ. അപ്പോൾ നമ്മളിവിടെ ഭക്ഷണം കഴിച്ച പാട് നേരെ വേളാങ്കണ്ണിക്ക് ഞാൻ അയ്യപ്പനം പോവാണ്. ബാക്കിയുള്ളവരൊക്കെ പതിയെ വരും. കുറേ ആൾക്കാർ ഇവിടെയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ വന്ന ബസ്, റൊസാരിയോ. ഇത് വേളാങ്കണ്ണിയിലെ പ്രശസ്തമായിട്ടുള്ള തിരുഹൃദയം ജീസസിൻ്റെ സ്റ്റാച്ചു ആണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഉയരത്തിലാണ് ഈ നിൽക്കുന്നത് കണ്ടില്ലേ. ഇതൊന്ന് തിരുഹൃദയം ജീസസ് സ്റ്റാച്ചു വേളാങ്കണ്ണിയിലെ. അപ്പോൾ ഇവിടെയൊക്കെ ഇതെല്ലാം മെയിനായിട്ടുള്ള ആളുകളും വന്ന് വരുന്ന ഒരു ഏരിയ ആണ് ഇവിടെയൊക്കെ കണ്ടില്ലേ. നമ്മൾ നേരെ ഇനി വേളാങ്കണ്ണി പള്ളിയിലേക്കാണ് നടക്കുന്നത്. നേരെ മുന്നോട്ടാണ് നടക്കുന്നത്. ഇവിടെ നല്ല അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രിക്ക് നമ്മൾ വന്നായിരുന്നു. അപ്പോൾ ഇവിടേക്കാണ് കുറേ ആളുകൾ താമസിച്ച് ക്യാമ്പിങ് ചെയ്ത സ്ഥലമാണ്. ഈ രണ്ട് സൈഡിലെ ആളുകൾ ക്യാമ്പിങ് ചെയ്ത സ്ഥലമാണ്. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്ന സ്ഥലമാണ് കണ്ടില്ലേ. കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട് കണ്ടില്ലേ. നല്ലതാണ് ഗൈസ്, അടിപൊളിയാണ്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. ഇന്നലെ രാത്രി വന്നിട്ട് ചൂടെടുത്ത് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു ചൂടായിരുന്നു. ഇന്ന് വലിയൊരു സീനൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. തമിഴ്നാടിൻ്റെ കിഴക്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിൻ്റെ തിരമാലകൾ തലോടുന്ന ഈ പുണ്യഭൂമി, അതാണ് വേളാങ്കണ്ണി. ജാതി മത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യം തേടിയെത്തുന്ന കിഴക്കിൻ്റെ ലൂർദ്. ആരോഗ്യശാന്തി നൽകുന്ന ആരോഗ്യ മാതാവിൻ്റെ സന്നിധിയിൽ മെഴുകുതിരികൾ തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മീയ ശാന്തി വിവരിക്കാനാകില്ല. കടൽക്കാറ്റിനൊപ്പം ഒഴുകിയെത്തുന്ന വിശ്വാസത്തിൻ്റെ ഈ മന്ത്രധ്വനികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: അമ്മയുടെ മുമ്പിൽ ആരും നിരാശരായി മടങ്ങുന്നില്ല എന്ന സത്യം. നമ്മൾ വേളാങ്കണ്ണിയിലെ ബീച്ചിലൂടെ നടക്കുവാണ്. അപ്പോൾ വേളാങ്കണ്ണി ബീച്ചാണ് ഈ കാണുന്നത്. നല്ല ചൂടുണ്ട്. അങ്ങ് അറ്റത്തെ കൂടെ കപ്പലൊക്കെ പോകുന്നുണ്ടല്ലേ. നല്ല മുകളിൽ സൂര്യൻ. ഈ സൈഡ് നമുക്ക് ഇങ്ങോട്ടും കര പിടിക്കാൻ പറ്റും, കടലിന് അടുക്കേക്ക് പോകാൻ പറ്റും, ഇതിലെ കൂടെ പോകാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്കേ കൂടെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറേ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ ജ്യൂസ് കട, പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. നൈറ്റ് വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നൈറ്റ് വരുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം തന്നെ കുറേ സ്ഥലത്ത് ആക്ടിവിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വെയിലാണ്, സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. ഒരു തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ റെഡി ടു ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം കണ്ടില്ലേ, വേളാങ്കണ്ണി നാഗപട്ടണം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ. ഇപ്പം നമുക്കിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും പറയാം എന്താണ് ഇപ്പം ഇതിന് പറയുക, ഇത് കണ്ടില്ലേ. ഇത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഹൈറ്റിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇതിൻ്റെ അറ്റത്തേക്ക് നടന്നു പോകാം. ഇങ്ങനെ ഇങ്ങോട്ട് കടലിലെ വെള്ളം കയറാനാണെന്ന് തോന്നുന്നത്. ഇത് ബോട്ടിലെ ആളുകൾക്ക്, മീൻ പിടിക്കുന്ന ആളുകൾക്ക് സുഖമായിട്ട് ബോട്ട് തീരത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത് കണ്ടല്ലേ. നല്ല തിരിയുണ്ട്. അങ്ങ് തറ്റത്തേക്ക് നമുക്ക് പോകാൻ പറ്റും കണ്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ. അടിപൊളിയാണ്. നമ്മൾ ഈ കടലിൻ്റെ ഈ കല്ലിൻ്റെ അറ്റത്തെത്തിയിട്ടുണ്ട് അല്ലേ.
ഇതിന് കടൽ ഭിത്തി എന്നാണ് പറയാം. എന്താ നല്ല രീതിയിൽ കടലിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ തിര അടിക്കുന്നുണ്ട് കേട്ടോ. കുറേ ആളുകൾ ഇവിടെ രാവിലെ തന്നെ വന്ന് കുളിക്കുന്നുണ്ട്. പിന്നെ വേളാങ്കണ്ണിയിൽ വന്നാൽ ഇവിടെ വന്ന് കുളിച്ചതിന് ശേഷം, കടലിൽ വന്ന് കുളിച്ചതിന് ശേഷം പള്ളിയിലേക്ക് പോകുന്നത് ഇവിടുത്തെ ഒരു നേർച്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പിന്നെ പഴനിനെ പോലെ എല്ലാവരും മുട്ടയടിക്കും. അതെ, പഴനിനെ പോലെ ഇവിടെ മുട്ടയടിക്കും. എന്തൊക്കെ പരിപാടിയുണ്ടോ അതൊക്കെ ഉണ്ട്. തെങ്ങല്ലേ, തെങ്ങൊക്കെ നേർച്ച കൊടുക്കും. തേങ്ങ അല്ല, തേങ്ങയല്ല, തെങ്ങ് മാത്രം. കുഞ്ഞി തൈ അല്ലേ. അതിലേക്കൂടെ ഒരു ബോട്ട് പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ കടലിൽ നല്ല ആഴമുള്ള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം. അതിലേക്കൂടെ സൈഡിലേക്കൂടെ തീരം പിടിച്ച് ബോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ടിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കല്ലിങ്ങനെ പൊക്കി കെട്ടിയിരിക്കുന്നത്. ഗൈസ്, നമ്മൾ ഈ കടലിൻ്റെ അറ്റത്ത് വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ കപ്പലൊക്കെ അതിലേക്കൂടെ സൈഡിലേക്കൂടെ എല്ലാം പോകുന്നുണ്ട്. കപ്പലുകൾ നമ്മൾ കാണൂല കേട്ടോ. അങ്ങ് നല്ല വെയിലുണ്ട് ഇവിടെ. ഇവിടെ നിന്നാണ് നമ്മളെ മാത്രം നല്ലോണം ക്ലിയർ ചെയ്യും. നമ്മൾ കടലിൻ്റെ നടുക്ക് ഇവിടെ നിൽക്കുവാണ്. നൈസാണ് കേട്ടോ. വേളാങ്കണ്ണിയിൽ വന്നു കഴിഞ്ഞാൽ ഈ കടലിൽ വന്ന് കുളി മെയിനാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. ഇന്നലെ രാത്രി വന്നിട്ട് നല്ല രീതിയിൽ ഉഷ്ണമായിരുന്നു. രാത്രി വെയിലില്ല, പക്ഷെ ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടും. ആളുകളുടെ സ്വിമ്മിംഗ് പൂൾ പോലെ ഇവിടെ ഇരുന്ന് കുളിക്കുന്നുണ്ട്. വലിയൊരു ഡേഞ്ചർ തിരകളൊന്നും ഇല്ല കേട്ടോ. കണ്ടില്ലേ, ആളുകളിൽ ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. ഈ സൈഡിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. നൈസാണ്. ഇപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മളെ റൂമിൽ പോകണം. ഇനി ഫുഡ് കഴിക്കണം. നമ്മൾ വണ്ടിക്കാരൊക്കെ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് അവർ കുക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഉച്ചക്കൊക്കെ കൂടിയുള്ള ഫുഡൊക്കെ അവർ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വേളാങ്കണ്ണിയിലെ ബീച്ചിൻ്റെ അടുത്തിലെ റെഡി ടു കുക്ക്, അവിടെ ഫിഷ് റെഡി ടു കുക്ക് കൊടുക്കുന്ന ഒരു കടയാണ്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ മീനുകൾ വെച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇവിടെ റെഡി ടു കുക്കാണ്. നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ അവർ കുക്ക് ചെയ്ത് തരും. കണ്ടില്ലേ, മീനുകൾ ഉണക്കാൻ വെച്ചിട്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ കേട്ടോ. ഇപ്പോൾ റെഡി ടു കുക്കാക്കി വെച്ചിട്ടുണ്ട്. റെഡി ടു കുക്ക്, അതെ, മീനൊക്കെ മസാല കഴിച്ച് വെക്കും. വേണമെങ്കിൽ നമുക്ക് ആ സ്പോട്ടിൽ പറയണ്ടെങ്കിൽ കുക്ക് ചെയ്ത് തരും അവർ. ഇതാണ് വേളാങ്കണ്ണി ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു സുവനീറിൻ്റെ കടകളാണ്. ഇത് കുറേ ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. ഇങ്ങനത്തെ സുവനീർ ഉണ്ട്. ഇതാണ് മാർക്കറ്റ്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേണമെങ്കിൽ മേടിക്കാം ഇവിടുന്ന്. കണ്ടില്ലേ, ഇവിടെ ടാറ്റു അടിക്കുന്ന കടകളുണ്ട്. ടാറ്റു ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, ഇവിടുന്ന് അധികം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ എക്സ്പീരിയൻസ് നല്ല രസമാണ്. ഒരു ക്രിസ്ത്യൻ കൾച്ചറും പല മിക്സ് ആയിട്ടുള്ളൊരു കൾച്ചറാണ് ഇവിടെയൊക്കെ, അല്ലേ? ഭയങ്കര ടൈപ്പ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ട് മുട്ടയൊക്കെ അടിച്ച് നേർച്ചയുണ്ട്. ചില ആളുകൾ മുട്ടയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കൂടെ വന്നൊരു ചേട്ടനെ മുട്ട അടിച്ചല്ലേ? മുട്ടയിൽ എഴുതുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഈ വേളാങ്കണ്ണിയിൽ വന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. കണ്ടില്ലേ, ഇവിടെ സ്റ്റേ അടിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ട്, ഫുഡാക്കുന്നുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്നാണ് ഇവർ കുക്ക് ചെയ്യുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ എടുത്ത റൂം എന്ന് പറയുന്നത് അങ്ങോട്ടാണ്. ആ കാണുന്നതാണ്, അവിടെയാണ് നമ്മൾ റൂം എടുത്തത്. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. കൊതുകടിയൊന്നും ഉണ്ടായില്ല. നല്ല ഫാനുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. വലിയ സീനില്ലാണ്ട് കടന്നുറങ്ങാൻ പറ്റി ഗൈസ്. ഫ്രണ്ട്സ്, നമ്മൾ വേളാങ്കണ്ണി പള്ളിയിൽ പോയതിന് ശേഷം നമ്മളിത് വണ്ടി വെച്ചെടുത്തേക്ക് നമ്മൾ നടന്നു പോകണം. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ മെയിൻ റോഡ്. ഇത് അങ്ങ് തൊട്ടപ്പുറത്താണ് നമ്മുടെ വണ്ടി റൂമും ഉള്ളത്. കണ്ടില്ലേ, നല്ല വെയിലാണ്. ഇങ്ങനെ നോക്കിയാൽ നമ്മളെ തിരിയും. അല്ലേ, ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ റൂം അങ്ങാണ്. നമ്മളെ റൂം കുറച്ചൊരു എത്ര മീറ്റർ ഉണ്ടോ, ഒരു 50-100 മീറ്റർ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ റൂമിലേക്ക് എത്തും. നമ്മൾ ഈ തമിഴ്നാട്ടിൽ ഇവിടെ വന്നിട്ട് പൊരി വെയിൽ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ സെമിത്തേരി ഉണ്ട്. കണ്ടില്ലേ, നമ്മൾ 2 ലൈം സോഡ കുടിച്ച്, ഒരു ലൈം സോഡൊക്കെ ഇവിടെ 30 രൂപ. ഇതാണ് ചിക്കൻ കട. ഇതാണ് നമ്മളെ ഇവിടുത്തെ ട്രാൻസ്ഫോമർ. ഇത് വ്യത്യസ്ത രീതിയിൽ അല്ലേ ഇതിനെക്കുറിച്ച് KCB അഭിപ്രായം എന്താ പറയല്ലേ? ഇത് മണ്ണിൻ്റെ അടിയിലേക്കൂടെ പോകുന്ന UG ഗവൺമെൻറ് ബസ്. ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. ഇതാണ് നമ്മുടെ ഭക്ഷണം, പൂരിയും മുട്ടക്കറിയും.
നമ്മളിപ്പോൾ 10 മണിക്കാണ് വന്ന് കഴിക്കുന്നത്. നമ്മൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയത്. ഒരു കാലിച്ചായ മാത്രം കുടിച്ചിട്ടാണ് നമ്മൾ പോയത്. ലംബീബിനും ഇവിടെ നിന്ന് കഴിയുന്നുണ്ട്. ഓക്കെ, ഇത് കഴിച്ചിട്ട് ഒന്ന് റൂമിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ. ഇതാണ് നമ്മളെ ഉച്ചക്കത്തെ ഭക്ഷണം. ചിക്കൻ വറുത്തതും പിന്നെ സാമ്പാർ, പപ്പടം, പിന്നെ ഒരു വറവ്. ഇതാണ് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു. അയപ്പനുണ്ട്. നമ്മൾ കുറേ വേളാങ്കണ്ണി ഫുള്ളും കറങ്ങി. എന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് നമ്മളിപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഭക്ഷണം കഴിച്ച് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഇപ്പം നമ്മൾ കുറേ ദൂരെ എത്തിയ സമയത്ത്, ഒരു 200 കിലോമീറ്റർ ദൂരെ എത്തിയ സമയത്ത് നമ്മളിവിടെ ബ്രേക്ക് എടുത്തതാണ് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. കണ്ടില്ല നമ്മളെ ബസ്. അപ്പോൾ ഇന്ന് നമുക്ക് നൈറ്റ് ബിരിയാണിയാണ്. ഓക്കെ, നൈറ്റ് നമ്മൾ ബിരിയാണിയാണ് കഴിക്കുന്നത്. ഇന്നത്തെ രാത്രിക്കകത്ത് ഫുഡ് ബിരിയാണി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ഫുഡ് കഴിച്ചതിന് ശേഷം എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ് ഞാൻ. അല്ലേ ഉണ്ടല്ലേ, നൈറ്റ് ഫുഡ് ബിരിയാണി. നിരന്നിരുന്നിട്ടുള്ള ബിരിയാണി കഴിക്കിട്ടാണ് അല്ലേ. ഞാൻ എൻ്റെ ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പോസ്റ്റിൻ്റെ വെളിച്ചമില്ലാണ്ട് നമുക്ക് നല്ലോണം കാണാൻ പറ്റും. കണ്ടല്ലേ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഫുഡെല്ലാം കഴിച്ചു. ബിരിയാണിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മളെ വേളാങ്കണ്ണി ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുവാണ്. ഇനി നേരെ നാട്ടിലേക്കാണ്. എന്തായാലും ഒരു നേരം വെളുക്കുമ്പോൾ ഒരു 8 മണിക്കുള്ളിൽ എത്തുന്നതാണ് അവർ പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റൊക്കെ ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റൊക്കെ ചെയ്യട്ടോ. ബൈ.